ഒരു കാലത്ത് കേരളത്തിലും വിദേശത്തുമെല്ലാം സ്റ്റേജ് ഷോകളുമായി തിളങ്ങിയിരുന്ന ഒരു കോംബോയാണ് രമേഷ് പിഷാരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും. ഇരുവരുടെയും കെമിസ്ട്രിയും ഒരുമിച്ചുള്ള സ്കിറ്റ് അവതരണവും ആരാധകരെ പിടിച്ചിരുത്തുന്നതായിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടിയും രമേഷ് പിഷാരടിയുമുള്ള കോംബോ ഇഷ്ടപ്പെടാത്തവർ കേരളത്തിലുണ്ടാവില്ല. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും വലിയ സുഹൃത്തുക്കളാണ്. പരസ്പരം ട്രോളാനും കളിയാക്കാനും ഇവരെ കഴിച്ചേ മറ്റാരുമുള്ളൂ. ഇന്ന് രണ്ടുപേരും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന രണ്ട് താരങ്ങളാണ്. രമേഷ് പിഷാരടി നടൻ മാത്രമല്ല, സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമെല്ലാമാണ്. ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന TV ഷോയാണ് രമേഷ് പിഷാരടി ധർമ്മജൻ ബോൾഗാട്ടി കോംബോയെ ജനപ്രിയമാക്കിയത്. സഹനടനിൽ നിന്നും മാറി രമേഷ് പിഷാരടി നായക വേഷങ്ങളും ചെയ്തു തുടങ്ങി. രണ്ടുപേർക്കും അഭിനയത്തിന് പുറമെ ചെറിയ ചില ബിസിനസ്സുകളും നാട്ടിലുണ്ട്. സംവിധായകനായപ്പോഴും സുഹൃത്തിനെ രമേഷ് പിഷാരടി മാറ്റി നിർത്തിയിരുന്നില്ല. താൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിലെല്ലാം ഒരു കഥാപാത്രം ധർമ്മജനായി മാറ്റിവെച്ചിരുന്നു. ഇപ്പോഴിതാ ധർമ്മജന്റെ വിവാഹത്തെക്കുറിച്ച് രമേഷ് പിഷാരടി പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ അനുജയെ വിവാഹ വാർഷിക ദിനത്തിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും രജിസ്റ്റർ വിവാഹം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്ന പ്രണയവിവാഹത്തിനിടെ രജിസ്റ്റർ ചെയ്യാനായില്ലെന്നും ഭാവിയിൽ തങ്ങൾക്കും മക്കൾക്കും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കരുതിയുമാണ് രണ്ടാം വിവാഹമെന്നും രജിസ്റ്റർ വിവാഹം നടത്താനുള്ള കാരണം വ്യക്തമാക്കി ധർമ്മജൻ പറഞ്ഞത്. കുട്ടികൾ ഒരാൾ 10ലും ഒരാൾ 9ലുമായി. അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചുവെന്ന് മാത്രമല്ല, രജിസ്റ്ററും ചെയ്തു. അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. നമുക്കൊരു രേഖ ആവശ്യമാണ്. പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ ഇതില്ലെങ്കിൽ പ്രശ്നമാകും എന്നാണ് വീണ്ടും വിവാഹിതനായ ശേഷം ധർമ്മജൻ പ്രതികരിച്ചത്. വീണ്ടും വിവാഹിതരായ ധർമ്മജനും ഭാര്യയ്ക്കും ആശംസകളുമായി സിനിമാ ലോകത്തു നിന്ന് നിരവധി പേർ എത്തിയിരുന്നു. എന്നാൽ വളരെ വൈകിയാണ് രമേഷ് പിഷാരടിയുടെ ആശംസാക്കുറിപ്പ് എത്തിയത്. അതിങ്ങനെയാണ്: ഡാ, ഞാൻ അനുവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു ഫോൺ കോൾ. അതായിരുന്നു എനിക്ക് ധർമ്മജന്റെ വിവാഹം. കുറച്ച് കാലങ്ങൾക്കിപ്പുറം നിയമപരമായി ആരുമറിയാതെ രജിസ്റ്റർ ചെയ്താലും മതിയായിരുന്നു. എന്നാൽ മക്കളെ മുന്നിൽ നിർത്തി മാലയിട്ടൊരു കല്യാണം. വിവാഹ വേഷത്തിൽ 2 ഫോട്ടോ. ഗംഭീരമായി. അന്നും ഇന്നും അത് അവൻ്റെ ജീവിതമാണ്. അവൻ്റെ തീരുമാനവും സന്തോഷവുമാണ്. അവൻ്റെ സന്തോഷങ്ങൾ എൻ്റേതും കൂടിയാണ് എന്നാണ് പ്രിയ സുഹൃത്തിനും പത്നിക്കും ആശംസകൾ നേർന്ന് രമേഷ് പിഷാരടി കുറിച്ചത്. എല്ലാവരും രമേഷ് പിഷാരടിയുടെ ആശംസ എങ്ങനെയായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. നിരവധി കൗതുകമുണർത്തുന്നതും രസകരവുമായ കമൻറ്റുകൾ രമേഷിൻ്റെ ആശംസാക്കുറിപ്പിന് താഴെ വന്നിട്ടുണ്ട്. തകർക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളായി മലയാള സിനിമയിൽ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതിൽ എന്നും മുൻപന്തിയിൽ പിഷാരടിയുടെയും ധർമ്മജൻ്റെയും പേരുണ്ടായിരിക്കും. അസൂയപ്പെടുത്തുന്ന സൗഹൃദം, രണ്ടാളോളം സ്നേഹം, ചുരുങ്ങിയ വാക്കുകളിൽ ശക്തമായ ബന്ധത്തിൻ്റെ വിവരണം, നല്ല സുഹൃത്ത്, നല്ല വാക്കുകൾ, ഹൃദയബന്ധത്തിൻ്റെ ആഴം വിളിച്ചോതുന്ന ചുരുങ്ങിയ വാക്കുകൾ, പരസ്പര ബഹുമാനിത സ്നേഹത്തിൻ്റെ വാക്കുകൾക്കും ധർമ്മജനും ആയുരാരോഗ്യ സൗഖ്യവും ആശംസകളും നേരുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ.